എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അബി, ആ നീ അയാളോട് ചുമ്മാ സംസാരിച്ചോണ്ട് നിൽക്കാതെ നമുക്ക് ആ മാർട്ടിന്റെ ഭാര്യയെ പോയി കാണാം. എന്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അവരെന്നെ സഹായിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാനിപ്പോ വരാം. സാർ പിടിക്കേ. വേണ്ടായിരുന്നു. പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. പൊയ്ക്കോ, കുഴപ്പമില്ല. തുമ്പുണ്ടാക്കിക്കോളാം, ഞാൻ ഉണ്ടാക്കിക്കോളാം. താങ്ക് യു. താങ്ക് യു സോ പൊയ്ക്കോ. മച്ച്. ഇനി തുമ്പിന് ഞാൻ എവിടെ പോകും? നീ അയക്കുന്നതിനാ പൈസ കൊടുത്ത്? അയാളിപ്പോ കേസ് അന്വേഷിക്കുന്നു വിചാരിച്ചിട്ടാ? ഈ സാറ് തരുമായിരിക്കും. സാറേ, എന്താടാ? ഒന്ന് ഫോണിങ് തരുമോ സാറേ? ഒരു കോള് വിളിക്കാൻ. ഫോണോ? താങ്ക് യു സാറേ. എന്താടാ? പൈസ ഇല്ലാത്ത മൊബൈൽ അല്ലല്ലോ സാറേ ഞാൻ ചോദിച്ചത്. പൈസയുള്ള മൊബൈൽ നിനക്ക് ഞാൻ തരാൻ, നീ തിരിച്ചു തരികയും ചെയ്യും. അത്രയ്ക്ക് സത്യസന്ധനല്ലേ നീ? നീ വന്നേ. ഈ ആക്സിഡന്റ് ഉണ്ടാക്കി പണം തട്ടിയെടുക്കുന്ന ഏത് കളന്റെ സ്വഭാവം നിനക്കറിയാവോ? എന്റെ ഇടപ്പള്ളി പുണ്യാള, അവരെന്നെ കണ്ടു കാണുമോ? ഇങ്ങോട്ട് അത് ചിലപ്പം വല്ല വണ്ടി ചോറങ്ങാനായിരിക്കും സാറേ. ഇവന്റെ പകുതി വണ്ണം എനിക്കുണ്ടായിരുന്നു. ഞാൻ SI ആയനെ. ഫോണുണ്ടോ? ഫോണില്ലാത്ത പോലീസാ? സാർ ഇതിലൊന്ന് സൈൻ ചെയ്തേ. ഓ, ഹലോ. തലോലപ്പറമ്പിൽ വെച്ചൊരു മിസ്സായി. എന്തായാലും കോടതിയിലെത്തുന്നതിന് മുമ്പ് രണ്ടിനെ പൊക്കിയിരിക്കും. നുമ്മ ഇപ്പൊ ഒരു ഷോർട്ട് കട്ടിലാ. ജീവിതത്തിൽ ഒരു റിസ്ക് കൊടുക്കാത്ത ആള് റോഡിലൂടെ നടക്കുമ്പോൾ എതിരെ വരുന്ന കാർ തട്ടി ചത്തുപോകും. എടി, നിനക്ക് അത്ര ടെൻഷനാണെങ്കിൽ വല്ലാർപാടം പള്ളിയിൽ ചെന്ന് മാതാവിന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്ക്. സക്കീറേ, ഞെട്ടണ്ട. സക്കീർ ഇപ്പൊ തൽക്കാലം എന്റെ ആളാ. സെറീന സുരക്ഷിതയായി കോടതിയിലെത്തുന്നത് വരെ ടോമിച്ചന്റെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന ഒരാളെ എനിക്ക് വേണമായിരുന്നു. അതാണിവൻ. ഒരു നിർദ്ദേശമേ ഞാനിവന് കൊടുത്തിരുന്നുള്ളൂ. ഞങ്ങളുടെ ജീവൻ അപകടത്തിലാവുന്ന അവസാന ഘട്ടത്തിലെ എൻ്റെ ആളായി വെളിപ്പെടാവൂ എന്ന്. വണ്ടി നീ അങ്ങ് എത്തിച്ചാൽ മതി. ഇവനെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ശരി, വരൂ. എടാ സക്കീറ, നീ അതേടാ, ഇത് നീ ഇല്ലാതെ ഞാൻ ഏറ്റെടുത്ത ആദ്യത്തെ കൊട്ടേഷനാ. എനിക്ക് ജീവിക്കണം, അതിന് നീ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇന്ന് കൊച്ചി വിടും, ഒപ്പം ബീനയും ഉണ്ടാവും. നീ അച്ഛനറിയിക്കണം. ഫുൾ എമൗണ്ടിന്റെ ഡേറ്റഡ് ചെക്കോ? അത് പറ്റില്ല. പൈസ കിട്ടാതെയുള്ള ഒരു സെറ്റിൽമെന്റിനും ഞങ്ങളില്ല. പറഞ്ഞുറപ്പിച്ച തുകയെ 75 ലക്ഷം. അതിൽ നിന്ന് 1 രൂപ കുറഞ്ഞാലും
നിങ്ങളുടെ ഭാര്യയുടെ മാപ്പപേക്ഷയിൽ എന്റെ പെങ്ങൾ ഒപ്പിടില്ല. ജീവിച്ചിരുന്നപ്പോഴേ അവനെ കൊണ്ട് എന്റെ മോക്കും കൊച്ചിനും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ മരിച്ചതിന് ശേഷം കുറെ കാശെങ്കിലും കിട്ടുമെന്ന് വെച്ചപ്പോ ദേ കുറെ കഥകളുമായിട്ട് വന്നിരിക്കുക. ഈ പറയുന്നൊന്നും കഥകളല്ല. കാറിൽ വെച്ച് പൈസ മിസ്സായെന്നുള്ള സത്യമാണ്. മാനുഷിക പരിഗണന വെച്ചെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ്, അത്രമാത്രം ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. 75 ലക്ഷം രൂപയും കിട്ടണം. അതിൽ കുറഞ്ഞ ഒരു പരിഗണനയില്ല. ഒരു രൂപ പോലും കുറയാതെ നിങ്ങൾ ആവശ്യപ്പെട്ട മുഴുവൻ പണമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഈ കുഞ്ഞിനോർത്തെങ്കിലും. അതെ, അത് തീരുമാനിക്കേണ്ടത് അവളല്ല, ഞങ്ങളാ. വാ പോ. മനു, ഇന്ന് വൈകിട്ടത്തേക്ക് 40 ലക്ഷം രൂപ തരാം. ബാക്കി തുകയ്ക്ക് ഡേറ്റഡ് ചെക്കും തരാം. പ്ലീസ്, ഇത് സമ്മതിക്കണം. നീ ഇത് എന്തുദ്ദേശ കാശ് ശരിയാക്കാന്ന് പറഞ്ഞത്? അത് നീ എനിക്ക് വിട്, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞങ്ങളിപ്പോ കൊച്ചിയിലെത്തും. തൃപ്പൂണിത്തുറ, കുണ്ടന്നൂർ പാലം, കൊച്ചു കടവന്ത്ര, കത്രിക്കടവ്, അതാണ് റൂട്ട്. നോ, ആ വഴി വരണ്ട. തേവര കോളേജ് വഴി കയറി വന്നാൽ മതി, അതാ സേഫ്. അതൊന്നും പറയാറായിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കോടതിയിലേക്കുള്ള വഴിയാണ് റിസ്ക്. ഫൈനൽ റൗണ്ട്. ഇതുവരെ നമ്മുടെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നില്ലേ? ആ റൂട്ടിൽ ഞാൻ ഉണ്ടാകും. പിന്നെ വക്കീലേ, നിങ്ങൾ വരുന്ന സ്കോർപ്പിയോ വഴിയിൽ ഉപേക്ഷിക്കണം. അതിൽ വരുന്ന റിസ്കാ. ടേക്ക് കെയർ. ഓട്ടോ